നിങ്ങൾ ഈ നടത്തുന്നത് മാധ്യമപ്രവർത്തനമല്ല, ഏറ്റവും അന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ഇത്തരത്തിലുള്ള ജേർണലിസത്തിനാണ് കുതിരമൊട്ട ജേർണലിസം എന്ന് പറയുന്നത്. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കാം. ഈ വിലാപയാത്രയിൽ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്ന്, അതിലെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ചില അനവസരത്തിലെ പരാമർശങ്ങൾ, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല പരാമർശങ്ങൾ, ആ പരാമർശങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ വളരെ മോശമായ രീതികളിലേക്ക് ചിന്തിക്കാനായി ചില മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കുക, അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും എന്തുകൊണ്ടാണ് അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിടാത്തത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു മാധ്യമ സ്ഥാപനം, ഒരു റിപ്പോർട്ടർ നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ അനവസരത്തിലുള്ളതാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അതെന്തുകൊണ്ടാണ് മനുഷ്യത്വ വിരുദ്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ, അതിലേക്ക് ഇയാളുടെ ദുഷിച്ച മനസ്സിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ കലർത്താനായി അയാൾ ശ്രമിച്ചു എന്നതുകൊണ്ടാണ്. എല്ലാവർക്കും എന്നെ മതി. ഫ്ലാഷ് ബാക്ക്. അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കെതിരുത്തുകയോ ഉണ്ടാകില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളവനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കെതിരുത്തുകയോ ഉണ്ടാകില്ല. വിഡിതരെ പറയുള്ളൂ, തെണ്ടി. അരുൺകുമാറിന്റെ ഉള്ളിലെ ഊള രാഷ്ട്രീയത്തെ വലിച്ചേച്ചതല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്. പുണ്യാളനാക്കാനും ആരുമില്ല, അതേപോലെ തന്നെ മെഴുകുതിരി കത്തിക്കില്ല. ഇതൊക്കെ ഒരു മതത്തെ കൂടി അപമാനിക്കല്ലേ. ഈ ഒരു സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാകും. എങ്കിലും ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടുന്ന കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടാൾക്കാർക്കും രണ്ട് തരത്തിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിലുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ. പുണ്യാളൻ എന്നൊക്കെ പറയുന്നത് ആരെ കുറിച്ചാണ് എന്നുള്ളത് മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഓരോ ആളുകളും ഏത് രീതിയിലും ആദരവ് പ്രകടിപ്പിക്കുന്നതിന് എന്തിനാണ് അരുണെ ഇങ്ങനെ കുരുപൊട്ടുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. കൂടുതൽ മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുക ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരായിരിക്കും. കൂടുതൽ മികച്ച പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൾക്കാർ അതേപോലെ തന്നെ ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു എന്നും പറയും. പിന്നെ ഞാൻ എന്തിനു വന്ന ഒരു ജനകീയനായ നേതാവ് ഒരിക്കലും അയാളുടെ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി നേതാക്കന്മാർക്കോ മാത്രം സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അന്ത്യയാത്രകളും തമ്മിൽ ഒരു താരതമ്യത്തിന് യാതൊരു വിധത്തിലുള്ള സ്കോപ്പുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വളരെ കറക്റ്റ്. ആ സമയത്ത് അങ്ങേറ്റത്തെ ഊളത്തരമല്ലേ അരുണ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ഒരു പുണ്യാളനായി ഇവിടെയുള്ള ആൾക്കാർ കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ പുണ്യാളനായി കാണണമെങ്കിൽ അത് പൂർണ്ണമായും നീതീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് വ്യത്യാസം. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആ അവസരത്തിലാണ് പുണ്യാളനായി വി എസ് സ്വയം അവതരിക്കുകയില്ല എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ നാക്കിൽ നിന്ന് പുറത്തു വരുന്നത്. നിങ്ങളുടെ താരതമ്യം ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ടാണ് എങ്കിൽ പുണ്യാളനായി സ്വയം അവരോധിച്ച ഒരു വ്യക്തി ആയിരുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പുണ്യാളനായി വി എസ് ഉയർക്കില്ല എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയും പുണ്യാളനായി ഉയർത്തിട്ടില്ല എന്നും അങ്ങനെ പുണ്യാളനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം അനുഭവിച്ചിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു പുണ്യാളന് തുല്യമായി ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണ്ണുകടി ഉണ്ടായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വീകാര്യനായിരിക്കുന്ന ഒരാൾ പുണ്യാളന് തുല്യമാണ് എന്ന് ഏതെങ്കിലും ജനവിഭാഗം കരുതുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അന്ധത മൂലമാണ്, നിങ്ങളുടെ കണ്ണുകടി മാത്രമാണ് എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് മനസ്സിലാക്കുക. എന്നെ തേച്ചതാണല്ലേ. ഇനി കേട്ടിരുന്ന മറ്റൊരു പരാമർശം മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തിയത്രേ. അങ്ങനെ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെ തന്നെ ദൈവതുല്യമായി കാണുന്ന
ഒരു സമൂഹമാണ് നമ്മുടേത്. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. സാധാരണക്കാരുടെ ദുഃഖം എന്താണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ് അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവർക്ക് വേണ്ടി നിലകൊണ്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള മഹത്തുക്കളെയും ആൾക്കാർ നന്ദിയോടുകൂടി മാത്രമേ സ്മരിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ ആരെങ്കിലും വന്ന് മെഴുകുതിരികൾ കത്തിക്കുന്നുണ്ട് എങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, അത്രത്തോളം അവരുടെ വിശ്വാസം എന്നതിന് തുല്യമായി അവരെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള എന്തോ ഒരു പ്രത്യേകത ആ ഭരണാധികാരിക്ക്, ആ മനുഷ്യന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ രാഷ്ട്രീയ തിമിരം നിങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾക്കൊരു ചാനലുണ്ട് എന്ന് കരുതി, ആ ചാനലിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിങ്ങളുണ്ട് എന്ന് കരുതി നിങ്ങളുടെ വായിൽ നിന്നൊഴുകുന്ന ലീലാവിലാസം കേട്ടിരിക്കേണ്ടുന്ന ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കവും പിന്നീട് വന്നിരുന്ന പല സർക്കാരുകളുടെ ജനസമ്പർക്കവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള, കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചിരുന്നത് അത്ഭുതങ്ങളല്ല. അദ്ദേഹം ചെയ്തിരുന്നത് ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് ത്വരിതമായിട്ടൊരു പരിഹാരം നൽകാനായിട്ട് കഴിയുമോ എന്നുള്ളത് ചിന്തിക്കുകയാണ്. അത് ആൾക്കാർക്ക് ഗുണമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതൊരു അത്ഭുത പ്രവൃത്തിയായി മാറുകയാണ് ചെയ്തത്. A few moments later. ഒരു പ്രേക്ഷകൻ പറയുന്നു, എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്ക് പോലും സൂചിപ്പിച്ചിരുന്നില്ല. ഉമ്മൻചാണ്ടി ഏറ്റവും ജനകീയനായ നേതാവായിരുന്നില്ലേ? കോൺഗ്രസിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ട നേതാവായിരുന്നില്ലേ? ജീവിച്ചിരിക്കുന്ന വേളയിൽ പോലും അത്രമേൽ ജനങ്ങളെ ചേർത്തുപിടിച്ച നേതാവാണ്. പക്ഷേ മരണശേഷം ഒരു നേതാവിന്റെ ഭക്തരായി തീരാനല്ല, ആ നേതാവ് നമ്മളിൽ കൊളുത്തിയ ആശയങ്ങൾ മുറുകെ പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിർത്തി അവമാനിക്കുവാണെന്നേ പറഞ്ഞത് മറ്റാരുമല്ല, അത് അംബേദ്കറാണ്. രാഷ്ട്രീയത്തിൽ ആരാധന എന്നുള്ളത്, ഭക്തി എന്നുള്ളത് അടിമത്തത്തിന്റെ ലക്ഷണമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി നമുക്കൊക്കെ ജീവിക്കുന്ന കോൺഗ്രസുകാർക്ക് ഒരു പ്രചോദനമല്ലേ? എല്ലാ നേതാക്കൾക്കും ഒരു പ്രചോദനമല്ലേ? കാര്യത്തിൽ ആർക്കാ സംശയം? നിന്നെ സമ്മതിക്കണം. പക്ഷെ അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതോ അതൊരു ഭക്തിയായി മാറുന്നതിനോ പിന്നിൽ അതൊരു അടിമത്തമാണ് എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. ആ നിലപാടാണ് എനിക്കുള്ളത്. അത് തുറന്നു പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. നിങ്ങളുടെ രാഷ്ട്രീയ അന്ധത മാറ്റി, നിങ്ങളുടെ ആ ചുവന്ന കണ്ണട മാറ്റി വെച്ചതിന് ശേഷം ആൾക്കാരെയും സമൂഹത്തിനെയും കാണാനായി നിങ്ങൾ ശ്രമിച്ചെങ്കിലേ നിങ്ങൾക്കത് ബോധ്യമാകൂ. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് ഞാൻ ഇതിനോടകം തന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ രാഷ്ട്രീയ തിമിരമാണ്. അതിന് ചികിത്സയില്ല. 100% ഞാൻ യോജിക്കുന്നു. കാലം കഴിയുന്തോറും ശ്രീ ഉമ്മൻചാണ്ടിക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതിക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രസക്തി ഉണ്ടായതും അത് അദ്ദേഹത്തിന് കൂടുതൽ ഭക്തജനങ്ങളെ സമ്മാനിച്ചുവെങ്കിൽ, ഡൈഹാർഡ് ഫാൻസിനെ സമ്മാനിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതല്ലാതെ ഈ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് അനവസരത്തിൽ ഒരു താരതമ്യം കൊണ്ടുവന്ന് കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു മനുഷ്യവിരുദ്ധനാണ് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവതുല്യമായി കാണുന്നതിനോ അദ്ദേഹത്തിൻ്റെ ഭക്തജനമായി മാറുന്നതിനോ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെയൊക്കെ തന്നെ വാഴ്ത്തുന്നതിനോ അദ്ദേഹത്തിനെ ഒരു സെയിൻ്റായി തന്നെ കരുതുന്നതിനോ ഒന്നും ഈ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സവുമില്ല എന്ന് ഈ മാധ്യമ സുഹൃത്ത് മനസ്സിലാക്കണം. ഒരിക്കലും ശ്രീ ഉമ്മൻചാണ്ടി സ്വയം ഒരു പുണ്യാളനായിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല. ഒരു ഭക്തജന വൃന്ദത്തിനെ ഉണ്ടാക്കണമെന്നും തൻ്റെ അന്ത്യയാത്രയിൽ ഭക്തജന പ്രവാഹം ഉണ്ടാകണം എന്നും അദ്ദേഹം കരുതിയിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ജനകീയമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് രാഷ്ട്രീയേതരമായി ആൾക്കാർ അദ്ദേഹത്തിനെ സ്നേഹിച്ചതും അദ്ദേഹത്തിന് അന്ത്യയാത്രയിൽ അഭൂതപൂർവമായിട്ടുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ടായതും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്നത് മാധ്യമപ്രവർത്തനമല്ല, ഏറ്റവും അന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ഇത്തരത്തിലുള്ള ജേർണലിസത്തിനാണ് കുതിരമൊട്ട ജേർണലിസം എന്ന് പറയുന്നത്.